നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് തെങ്ങിലക്കടവിലാണ്. തെങ്ങിലക്കടവിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ പിന്നോക്ക വിഭാഗക്കാരുള്ള ഒരു വാർഡും കൂടിയാണ് തെങ്ങിലക്കടവ്. പോരാത്തതിന് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് രൂപീകൃതമായിട്ടുള്ള പുതിയ വാർഡും കൂടിയാണ് തെങ്ങിലക്കടവ്. ഇനി വോട്ടർമാരെ പരിശോധിക്കാം. 678 പുരുഷന്മാരും 695 സ്ത്രീകളും അടങ്ങുന്ന 1373 വോട്ടർമാരാണ് ഈ വാർഡിലുള്ളത്. ഇനി നമുക്ക് സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡുകളിലൂടെ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. ഞാൻ മാവൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശ്രീജ ആറ്റാഞ്ചേരി മെത്ത്. ഇന്ന് പ്രവർത്തന മേഖലകൾ എന്തൊക്കെയാണ്? ADS രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ കുടുംബശ്രീ സെക്രട്ടറി പ്രസിഡൻ്റായിട്ട് ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ വാർഡിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാമെന്നാണ്, എന്തൊക്കെ വികസനങ്ങൾ വാർഡിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയാനുള്ളത്? ഈ വാർഡിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടും നിർത്തിവെച്ചതുമായ തുടർ വികസനങ്ങൾ കണ്ടിന്യൂ ചെയ്യാനുള്ള പദ്ധതികളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വികസനപരമായി കഴിഞ്ഞ പ്രാവശ്യം UDF ഭരിച്ച വാർഡ് തന്നെയാണ്. അപ്പോൾ ഈ പൂർത്തീകരിക്കാത്ത റോഡുകൾ, അതുപോലെ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പൂർത്തീകരിക്കാനുള്ളത്? വെല്ലേരിത്തായം കുറ്റിക്കടവ് റോഡ്, കാഞ്ഞേരിമെത്തൽ വെല്ലേരിക്കുന്ന് റോഡ് പൂർത്തീകരണത്തിനുള്ള നടപടികൾ സ്വീകരിക്കും. തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ഇടവഴി പൂർത്തീകരണം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ജനങ്ങളോടൊപ്പം മുൻപന്തിയിലുണ്ടാകും. ഈ മാവൂർ ഗ്രാമപഞ്ചായത്ത് UDF ആണ് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ വികസനങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് UDFന് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്? റോഡുകൾ, കുടിവെള്ളം, വീടുകൾ, അംഗൻവാടി, ലൈഫ് പദ്ധതി, അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഒട്ടനവധി പദ്ധതികൾ ഇനിയും മുന്നോട്ട് വരാനുണ്ട്. അതിലൊക്കെ ജനങ്ങളോടൊപ്പം പഞ്ചായത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത് UDF ആണ്. 10 വർഷമായി UDF ഭരണമാണ് നിലനിൽക്കുന്നത്. റോഡുകൾ ഉൾപ്പെടെ ഒട്ടനവധി വികസനങ്ങൾ UDF കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ അംഗൻവാടികളും ലൈഫ് പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും നേരം ഞങ്ങളോട് തുടർന്നതിന് നന്ദി. എല്ലാ ആശംസകളും നേരുന്നു. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയോടൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. എൻ്റെ പേര് രജിത. ഞാൻ LDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. മാവൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് SC സംവരണത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് പിന്നെ NREGA തൊഴിലാളികളുടെ മാറ്റായിട്ട് ഞാൻ ഒരുപാട് ഇവിടെ പ്രവർത്തന മേഖലയിൽ തന്നെയാണ്. പിന്നെ ഹെൽത്തിൻ്റെ ആരോഗ്യ വളണ്ടിയറായിട്ട് ഒരുപാട് എല്ലാവർക്കും എന്നെ അറിയുന്നതാണ്. ഈ മേഖലയിൽ ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എന്നെ നല്ല പരിചയമാണ്. ഞാൻ എൻ്റെ സ്വന്തം വാർഡിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ആ ഒരു ഇത് കൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ നല്ല പരിചയമാണ്. കഴിഞ്ഞ 2 ടൈം ഈ വാർഡ് ഭരിച്ചിട്ടുള്ളത് UDF ആണ്. എന്തൊക്കെ പോരായ്മകളാണ് ഈ വാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്? കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ UDF ഭരണം ആയിരുന്നു ഞങ്ങളെ പഞ്ചായത്ത്, മാവൂർ ഗ്രാമപഞ്ചായത്ത്. UDF സർക്കാരിൻ്റെ ഭരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതലും SC വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇവിടെ തോനെയുള്ളത്. അവർക്ക് വേണ്ടത്തക്ക രീതിയിലുള്ള ലഭ്യമായ പ്രവർത്തന മാറ്റങ്ങളൊന്നും വലിയതായിട്ടൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല.
അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീടുകൾ ഇപ്പോൾ SC ലൈഫ് പദ്ധതിയിലൂടെ വന്ന വീടുകൾ ഒരുപാട് ഈ ലൈഫ് പദ്ധതി വന്നതിന് ശേഷം ലഭ്യമാകാതെ കുറേ വീടുകൾ ഇപ്പോഴും വീടുകൾ പണി തീരാതെ അവർക്ക് ലോണൊന്നും ശരിക്കും അനുവദിച്ച് കൊടുക്കാതെ പിന്നെ വീടുകളുടെ അവസ്ഥ തന്നെ ഭയങ്കര ശോചനീയമാണ്. കാരണം പിന്നെ വീടുകൾ ഇപ്പോഴും കുത്തു കൊടുത്തിട്ടും പിന്നെ തേപ്പ് അങ്ങനത്തെ വയറിങ് സാധനങ്ങളൊന്നും കഴിയാതെ ഒരുപാട് വീടുകളുണ്ട്. SCൻ്റെ തന്നെ ഒരുപാട് പദ്ധതികൾ വന്നിട്ട് പോലും ഒരുപാട് ഫണ്ടുകൾ വന്നിട്ട് പോലും അവർക്കത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാൻ കഴിയാതെ ലാപ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ഇതിൽ അവരുടെ ഈ സർക്കാരിനെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള SC കുടുംബങ്ങളെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ ഈ ഒരു സർക്കാരിനെ നിലനിർത്തിയത് കൊണ്ട് നമുക്കൊരു കാര്യമില്ല. ഈ പഞ്ചായത്തിൻ്റെ മെയിനായിട്ടുള്ള പോരായ്മകൾ മെയിനായിട്ടുള്ള പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ വികസനങ്ങൾ തന്നെ ഒരുപാട് ഈ റോഡ് എത്തേണ്ട സ്ഥലത്തുകൾ റോഡ് പൂർണ്ണമായിട്ടും എത്തിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ വീടുകൾ, കുടിവെള്ളം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ പിന്നെ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ചെല്ലുമ്പോഴാണ് അവർ ഈ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മളോടാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പരിഗണിക്കണം എന്നുള്ളതാണ് നമ്മളെ ഈ ആവശ്യം. നിങ്ങൾ മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്? അതുപോലെ നിങ്ങൾ പ്രാധാന്യം നൽകുന്ന കുടിവെള്ളം അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതുപോലെയുള്ള കാര്യങ്ങൾ. ഞാൻ ഈ മെമ്പറായി ഈ അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം UDF സർക്കാർ ചെയ്തു വെച്ച പിന്നെ റോഡുകൾ അല്ലെങ്കിൽ വെള്ളം, വീടുകൾ, അതായത് ലൈഫ് പദ്ധതിയിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വീട് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ, അതായത് വീടുകൾ, പിന്നെ കുടിവെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഞാൻ ഈ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ സഹകരിച്ച് കൊടുക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം റോഡുകൾ ഇല്ലാത്ത ഒരുപാട് എൻ്റെ സമീപത്ത് തന്നെ ഒരുപാട് റോഡുകളില്ലാത്ത പിന്നെ റോഡുകളില്ലാത്ത പിന്നെ വീടുകളാണ്. അധികം ഇടവഴികളായിട്ട് ഉള്ള വഴികളാണ്. ആ വഴികളൊക്കെ ഒന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ ആ ഇടവഴികളൊക്കെ ഒന്നൊരു 4 ഫൂട്ട് ഇടവഴികളാക്കി ഒരു കോൺക്രീറ്റ് പാതയാക്കി നടക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കാമെന്നും, പിന്നെ ഒരുപാട് പിന്നെ ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ് എൻ്റെ വാർഡിൽ ഉള്ള ഒരു ഏരിയ. അവിടെ ഇപ്പോൾ ഒരു ചെറിയ അംഗനവാടി, എനിക്ക് ഉള്ള വായനശാല, ഒരു അംഗനവാടി, അങ്ങനെയുള്ളൊരു കുട്ടികൾക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു പിന്നെ സാംസ്കാരിക നിലയങ്ങൾ, അങ്ങനെയുള്ളൊരു ഓരോ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ വാർഡിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ് കുറ്റിക്കടവ് ഭാഗം. ആ കുറ്റിക്കടവ് ഭാഗത്ത് ഒരുപാട് തിങ്ങി താമസിക്കുന്ന ആളുകളുണ്ട്. ആ പിന്നെ കുറ്റിക്കടവ് എന്ന് പറയുന്നത് പുഴേൻ്റെ കരഭാഗത്തായിട്ടാണ്. പക്ഷെ ആ അവരുടെ വീടിൻ്റെ സൈഡുകളൊക്കെ പുഴയിലേക്ക് ഇടിഞ്ഞ് കരയിടിഞ്ഞ് വീണ് വെള്ളം കയറിയിട്ട് കരയിടിഞ്ഞ് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൽ ഇപ്പോൾ ഒരുപാട് നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം വീടിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് അത് ഇടിഞ്ഞ് വീണത്. അത് നികത്താനും അതിൻ്റെ സൈഡ് കെട്ടി അവർക്ക് പുഴയ്ക്ക് സംരക്ഷണമോ ആ വീടിന് സംരക്ഷണമോ നൽകുന്ന രീതിയിലുള്ള ഒരു നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി, എല്ലാ ആശംസകളും. നമ്മളെത്തി നിൽക്കുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് BJP സ്ഥാനാർത്ഥിക്കൊപ്പമാണ്. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാം. എൻ്റെ പേര് ശ്രീദേവി പത്മനാഭൻ, ചിയോട്ട്. ഞാൻ 5-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. പിന്നെ ഈ പ്രവർത്തന വിജയ മേഖല ഇങ്ങനെ മഹിളാ മോർച്ച ഒരു അംഗമാണ്, സേവാഭാരതി പ്രവർത്തനം കൂടിയാണ്. അതിൽ കൂടിയാണ് ഞാൻ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഈ 5-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പോരായ്മകളാണ് ഈ വാർഡിൽ നിലനിൽക്കുന്നത്? റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. പിന്നെ കുടിവെള്ള പ്രശ്നം, ശ്മശാനം റോഡ്, കാഞ്ഞിരി മേത്തൽ റോഡ്, അതൊക്കെ അസുഖ അവസ്ഥയിൽ വണ്ടികളൊന്നും എത്തിപ്പെടാൻ കഴിയുന്നില്ല. അതാണ് ആളുകൾ പറയുന്നത്. അതൊക്കെ ഒന്ന് പരിഹരിക്കണം എന്നാണ് എൻ്റെ പാർട്ടിയും തീരുമാനം. അതായത് നമ്മളെ ഈ മാവൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് തലത്തിൽ എന്തൊക്കെ പോരായ്മകൾ തന്നെയാണ് വാർഡ് തലത്തിൽ അവർ പറയുന്നത്. ജനങ്ങൾ വികസനങ്ങൾ എത്താത്ത ഭാഗങ്ങളുണ്ട്.
ഇനിയും അതൊക്കെ എത്തിക്കണം എന്നാണ്. നിങ്ങളൊരു സ്ഥാനാർത്ഥിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊയ്യാൻ ഉദ്ദേശിക്കുന്നത്? മോദിജി കൊണ്ടുവന്ന വികസനം ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് എൻ്റെ ഉറപ്പായ വിശ്വാസം. ഈ സ്ഥാനാർത്ഥി വിജയിച്ച് വന്നാൽ ആ വാർഡിലെ എല്ലാ ജനങ്ങളും ഒരുപോലെ കണ്ട് വികസനങ്ങൾ എത്തിക്കാൻ കഴിയും, പ്രവർത്തിക്കും. അതുപോലെ പിന്നെന്താ ഈ വാർഡിലായിട്ട് കുടിവെള്ളം റോഡിൻ്റെ അവസ്ഥ ശോചനീയ അവസ്ഥ തന്നെയാണ് ജനങ്ങളെല്ലാവരും പറയുന്നത്. പിന്നെ വികസനങ്ങൾ എത്താത്ത വീടുകളുണ്ട്. വീട് തന്നെ കുറേ പ്രശ്നമുള്ള വീടാണ്. പൊളി മെമ്പറായിട്ട് വരികയാണെങ്കിൽ ഞാൻ അതൊക്കെ തയ്യാറാവും. ഞാനും എൻ്റെ പാർട്ടിയും ഉണ്ടാവും കൂടെ. ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി. എല്ലാ ആശംസകളും.